വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അത് മദ്യമാഫിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ് എന്നും അഴിമതിയാണ് എന്നുമൊക്കെയുള്ള പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം തന്നെ മദ്യവിരുദ്ധ സമിതിക്കാരുടെയും വിവിധ മതനേതാക്കളുടെയും ഒക്കെ വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നുരഞ്ഞ് പൊന്തുന്നതിനിടയിലാണ് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ബോട്ടിലുമായി എത്തിയത്. ഒരു ഫുൾ ബോട്ടിലല്ല, ഒരു ഹാഫ് ബോട്ടിൽ, ഒരു പൈൻ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ബോട്ടിൽ. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും പലരും വിചാരിച്ചു വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചതിനെതിരെ സംസാരിക്കുന്നതിന് വേണ്ടി ഒരു തെളിവ് എന്നുള്ള നിലയ്ക്ക് മദ്യം ഉള്ള വീര്യം കുറഞ്ഞ മദ്യവുമായിട്ട് നിയമസഭയിൽ എത്തിയതാണോ മദ്യപിക്കാത്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കുകയുണ്ടായി. പക്ഷേ ആ കുപ്പി വീര്യം കുറഞ്ഞ മദ്യമോ വീര്യം കൂടിയ മദ്യമോ ആയിരുന്നില്ല, അതിനേക്കാളും വീര്യം കൂടിയ ജലമായിരുന്നു. അത് എന്ത് ജലം? ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന ജലം. ആ ജലപീരങ്കിയിൽ നിന്ന് പ്രവഹിച്ച ജലം ചെന്ന് ചീറ്റിയവരുടെ ശരീരത്തിൽ നിന്ന് ചില മണങ്ങൾ ഉയരുകയുണ്ടായി, ദുർഗന്ധങ്ങൾ ഉയരുകയുണ്ടായി. ഇതെവിടെ നിന്നാണ് ഈ ജലപീരങ്കിയിൽ ജലം നിറച്ചത് എന്നുള്ള ആലോചനയായി. എന്തായാലും പിടിച്ച പിടി ആ ജലപീരങ്കിയിൽ നിന്നുള്ള ജലപ്രവാഹത്തിൽ നിന്ന് അല്പം ഒരു കുപ്പിയിലേക്കാക്കി അത് നിയമസഭയിലേക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. നിയമസഭയിൽ അത് ഹാജരാക്കിക്കൊണ്ട് പറഞ്ഞു, ജലപീരങ്കി പ്രയോഗിക്കുന്നതിനൊരു മാന്യത വേണം. ഇത് എന്ത് ജലമാണ്? എവിടുത്തെ ജലമാണ്? പകർച്ചവ്യാധികൾ പടരുന്ന ഈ സമയത്ത് ഈ ഒരു ജലം ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പ്രവർത്തകരെയും അവരുടെ യുവജന സംഘടനകളെയും ജലപീരങ്കി പ്രയോഗത്തിലൂടെ വൈറസ് ബാധിതരാക്കാനാണോ ശ്രമം എന്നൊക്കെ പിണറായി വിജയൻ ചോദിച്ചില്ല എങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജലപീരങ്കിയിൽ ഉപയോഗിച്ച ജലത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇന്ന് നിയമസഭയുടെ മുമ്പിലേക്ക് വന്നു. പക്ഷേ വീര്യം കൂടിയ കത്തുമായിട്ട് VM സുധീരൻ വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ട് VM സുധീരൻ VD സതീശനെ വീണ്ടും ഒരു മുൾമുനയിൽ നിർത്തുകയാണിപ്പോൾ. അത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ പേരിലല്ല, വെള്ളാപ്പള്ളി നടേശൻ്റെ ചെയ്തികളുടെ പേരിൽ ഒരാൾ വളരെ പ്രമുഖനായ ഒരു വ്യക്തിക്ക് ജീവഹത്യ ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീര്യം കൂടിയ കത്ത് VM സുധീരനും അയച്ചത്. ഇങ്ങനെ വീര്യം കൂടിയതും വീര്യം കുറഞ്ഞതുമായ ജലവും കത്തുമായി നിൽക്കുകയാണ് ഇന്നത്തെ വാർത്താ ദിനം. ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം. VD സതീശൻ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. SNDP യോഗം മുൻ മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ മഹേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ പോരായ്മ തുറന്നു കാണിച്ച് മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തയച്ച സുധീരൻ. ജൂൺ 6 പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും VM സുധീരന്റെ ആവശ്യം. നിയമ സംവിധാനത്തെ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി വെല്ലുവിളിക്കുകയാണെന്നും ഭരണ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാൻ ഇനിയും വൈകരുതെന്നും VM സുധീരന്റെ കത്ത്. കത്തിന്റെ പകർപ്പ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കൈമാറി സുധീരൻ. ഇതെന്തൊരു വെള്ളം? ജലപീരങ്കിയിലെ വെള്ളത്തെ ചൊല്ലി സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. PM ശ്രീക്കെതിരെ AISFും AIYFും നടത്തിയ മാർച്ചിനെതിരെ പ്രയോഗിച്ച വെള്ളവുമായി എത്തി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജലപീരങ്കി പ്രയോഗത്തിൽ മലിനജലം ഉപയോഗിച്ചുവെന്ന് പ്രതിപക്ഷം. അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. ജലപീരങ്കി ഉപയോഗിച്ചു എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാം, അതാണ് പ്രശ്നം. ജലപീരങ്കി പ്രയോഗം ഇതാദ്യമായിട്ടല്ലെന്നും ഇത് പഴയകാലത്തെ അഴുക്കാണോ എന്നറിയില്ല എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജലപീരങ്കിയിൽ നിറയ്ക്കുന്നത് ജല അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ്. ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിൾ ലാബിലേക്ക് അയക്കാൻ സമ്മതിച്ച് ചെന്നിത്തല. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. ആരോഗ്യമേഖലയിലെ കേരള മോഡൽ UDF കൈവിടുന്നുവെന്ന് വിമർശനം. ആരോഗ്യവകുപ്പിൽ ഏകോപനമില്ല എന്നും ആരോപണം. നിപ്പ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എരണം കെട്ടവർ ഇരിക്കുമ്പോൾ ആ രോഗം ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്. ഏതായാലും ആ എരണം കെട്ടവർ ചെയ്തൊരു കാര്യങ്ങളുണ്ടായിരുന്നു. 10 വർഷത്തെ റീൽസ് കാലവും 5 വർഷത്തെ വീണ മീട്ടലുമാണ് ആരോഗ്യ വകുപ്പിനെയും ആരോഗ്യത്തെയും സ്തംഭിപ്പിച്ചതെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല.
പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയെന്നും ആരോഗ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ലാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ വിവാദം തുടരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ എക്സൈസ് മന്ത്രി എം ലിജു എക്സൈസ് കമ്മീഷണറുമായി ചർച്ച നടത്തി മന്ത്രി. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് KC വേണുഗോപാൽ. അത്തരം കാര്യങ്ങളിൽ ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യത്തിലായാലും ധാതുമണലിൻ്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. വൻ ഭൂരിപക്ഷം നൽകി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ജനങ്ങൾക്ക് നന്മ ചെയ്യാനെന്ന് ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രി മദ്യവ്യാപനത്തിന് പച്ചക്കൊടി കാണിക്കുകയാണെന്ന് കാന്തപുരം വിഭാഗം സമസ്ത. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതിയലക്ഷ്യ നടപടിയിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. ഉത്തരവുകൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായത് കോടതി നിലപാട് കടുപ്പിച്ചതോടെ. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെ കൈവിടാൻ സർക്കാർ. ചന്ദ്രശേഖരനടക്കമുള്ള പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയേക്കും. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ രാജി തുടരുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് നടി മല്ലിക സുകുമാരൻ. തീരുമാനം ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചു. സത്യത്തിനും ന്യായത്തിനും ഒപ്പം എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. താൽക്കാലികമായി ചുമതലയേറ്റ 9 അംഗ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും നടി ആശ അരവിന്ദും രാജിവെച്ചു. നീറ്റ് UG പുനഃപരീക്ഷയിലും ക്രമക്കേട്. ബീഹാറിൽ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതിയ 9 പേർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിൽ സിം കാർഡ് ഒളിപ്പിച്ചുകൊണ്ടുവന്ന വിദ്യാർത്ഥി കസ്റ്റഡിയിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടി ലീഡർ സ്ഥാനവും ഒഴിയുകയാണെന്ന് സ്റ്റാർമർ. രാജിയിലേക്ക് നയിച്ചത് പാർട്ടിയിലെ ഭിന്നതയും ആഭ്യന്തര സംഘർഷവും. ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി സ്റ്റാർമർ തെരഞ്ഞെടുക്കപ്പെട്ടത് 2024 ജൂലൈ 5-ന്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചയിൽ പുരോഗതി. രൂപരേഖ തയ്യാറാക്കാൻ മേൽനോട്ട സമിതി രൂപീകരിച്ചു. 60 ദിവസത്തിനകം കരാറിലെത്താൻ നീക്കം. ചർച്ചയ്ക്കിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്പോരുണ്ടായി. ഹിസ്ബുള്ളയെ പിന്തുണച്ചാൽ കനത്ത ആക്രമണം വേണ്ടിവരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാക്കുകളിൽ ജാഗ്രത വേണമെന്ന് ഇറാൻ. അർജന്റീനയുടെയും മെസ്സിയുടെയും പോരാട്ടം കാണാൻ വീണ്ടും ലോകം. ലോകകപ്പ് ഫുട്ബോളിൽ ശക്തമായ പോരാട്ടം തുടർന്ന് കേപ്പ് വെർദെ. കരുത്തരായ യുക്രൈനെ 2-2 സമനിലയിൽ തളച്ചു. ബെൽജിയത്തെ സമനിലയിൽ കുരുക്കി ഇറാൻ. ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ വിജയം നേടി ഈജിപ്ത്. ന്യൂസിലാൻഡിനെ 1-3 ഗോളുകൾക്ക് തകർത്തു. സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്ത് സ്പെയിന് തകർപ്പൻ ജയം. നോക്കൌട്ട് റൗണ്ട് ലക്ഷ്യമിട്ട് അർജന്റീന ഇന്നിറങ്ങുന്നു. എതിരാളികൾ ഓസ്ട്രിയ. മത്സരം രാത്രി 10:30-ന്.